ശ്രീമതി വീണ നായർ ഇവിടെ ഇപ്പോൾ വളരെ സുപ്രസിദ്ധയായ കലാകാരി ഹണി റോസ് അവർ നിരന്തരമായിട്ടുള്ള അധിക്ഷേപത്തിന് വിധേയായി എന്നുള്ളതാണ് പ്രശ്നം. ഒരു തവണ പൊതുവേദിയിൽ ഉണ്ടാവുന്നു, അവർ വിയോജിപ്പ് പറയുന്നു, ഇനി അങ്ങനെ പാടില്ല എന്നാവശ്യപ്പെടുന്നു. പക്ഷേ നിരന്തരമായി അവർ അധിക്ഷേപത്തിന് ഇരയാവുന്നു, അവർ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് ഇരയാവുന്നു. എന്തിന്? അവർ പരാതി കൊടുത്തതിന് ശേഷം ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ടെലിവിഷനുകളിലും മറ്റുമൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും അതിനെ ന്യായീകരിക്കുകയാണ്. അത് ഞാൻ അതല്ല പറഞ്ഞത്, ഇതാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പം നിരന്തരമായി ഒരാൾ ഈ തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിന് ഇരയായി പരാതി കൊടുക്കുമ്പോൾ അവരുടെ വസ്ത്രത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ അതിന് ഉത്തരമായിട്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ മലയാളത്തിലെ ഒരു നടി പറഞ്ഞ ചില കാര്യങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതേ നടി തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പിക്ചറും അതിനെ പറ്റിയിട്ട് ദ ന്യൂസ് മിനിറ്റിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടും അത് ഇങ്ങനെയാണ്. Sharing a photo where she's seen in a yellow swimsuit. The actor quoted Philadelphia-based author Sophie Lewis in the caption എന്ന് പറഞ്ഞിട്ട് ആ വേർഡിങ്സ് ഇങ്ങനെയാണ്: Breaking societal taboos around body image, the quote discusses how one's body is not open for everyone else to critique, discuss or objectify. My body is not yours to critique and discuss. My body is not yours for consumption. My body is my vessel and archive of experiences എന്നൊക്കെ പറഞ്ഞിട്ട് സോഫി ലൂയിസിന്റെ ഒരു വേർഡിങ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന പിക്ചറിൽ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഷീസ് സീൻ ഇൻ എ യെല്ലോ സ്വിം സൂട്ട് എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മൾ ഈ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന രീതിയിൽ ഒരു വസ്ത്രധാരണത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരാളെ മറ്റൊരു ആളെ കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒക്കെ ഉപയോഗിച്ച് പറയാനുള്ള ഒരു ലിബർട്ടി കിട്ടണമെന്ന് അദ്ദേഹം വാദിക്കുന്നതെങ്കിൽ അദ്ദേഹം ഫറാസ് ഷിബ്ലയുടെ വാക്കുകളെയാണല്ലോ കൂട്ടുപിടിച്ചത്. ആദ്യം അവർ തന്നെ തിരുത്തേണ്ടി വരും എന്നുള്ളത് ഞാൻ വളരെ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. നമ്മളെല്ലാവരും വിവിധ ഭാഷയിലുള്ള സിനിമകൾ കാണുന്നവരാണ്, അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ ഉൾപ്പെടെ കാണുന്ന ആൾക്കാരാണ്. എപ്പോഴാണ് ഈ ഒരു സ്ത്രീ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് കമന്റുകൾ പറയാനുള്ള അവകാശം, അധികാരം ആർക്കാണ്, എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളുടെ വസ്ത്രം, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ധരിക്കുന്ന വസ്ത്രം എൻ്റെ ഇഷ്ടമാണ്. മറ്റൊരാൾക്ക് മറ്റൊരു തരത്തിൽ വസ്ത്രധാരണം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. ഇപ്പം നമുക്ക് വിയോജിപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. ആ വിയോജിപ്പുകളൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളാക്കി അശ്ലീലത കലരുന്ന രീതിയിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും അതിഥിയായിട്ടൊക്കെ വിളിച്ചു വരുത്തി, എന്നിട്ട് ഇതേ ആള് തന്നെ ഈ അതിഥിയായി വിളിച്ചു വരുത്തുന്ന ആളിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റിയെ അയാൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. ആ ഒരു ഭാഗത്ത് ബിസിനസ് ചെയ്യുകയും കോടികളുടെ സമ്പത്ത് ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഇത്തരത്തിൽ അയാൾക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറയുന്ന ഒരു ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നതിനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ബോച്ചെ എന്നല്ല, ആര് ആ രീതിയിൽ പ്രതികരിച്ചാലും തീർച്ചയായിട്ടും അതിനെ തടയേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ചും കമന്റ് ചെയ്യാൻ, അതിനെ മോശമായിട്ട് ദ്വയാർത്ഥ രീതിയിലൊക്കെ പറയാൻ, അശ്ലീലമാക്കി പറയാൻ ആർക്കും അവകാശമില്ല. സ്വന്തം വീട്ടിലുള്ള ഭാര്യയും മക്കളെയും നിങ്ങൾ പറയോ? എത്രയോ പിതാക്കന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല മക്കള്. വസ്ത്രധാരണം എന്നുള്ളത് എങ്ങനെയാണ് ഒരു വിമർശന വിധേയമാവുന്ന വിഷയമായി വരുന്നത് എന്നുള്ളത് ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാഹുൽ ഈശ്വറോട് തന്നെ പറഞ്ഞത്, ഫറാസ് ഷിബില സ്വന്തം നിലപാടുകൾ അല്ലെങ്കിൽ സ്വന്തം കരിയറിനെ തന്നെ റദ്ദാക്കി കളയുന്ന വിധത്തിലുള്ള നിലപാടാണ് എടുത്തത് അത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്.